ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാനും അതേപോലെ തന്നെ നല്ല മുഖത്തിന് വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം കോഫി എന്തുമാത്രം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ആ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനാണെങ്കിലും ആന്റി ഏജിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ കോഫി സ്കിൻ കെയർ നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ടല്ലേ. പലതരം കോഫി പാക്സ് ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ആക്നെ മാർക്സ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ അതൊരു മോയ്സ്ചറൈസർ ആണെങ്കിലും ഡെയിലി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് കിട്ടും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കോഫി ഫോർ സ്കിൻ എന്ന് നോക്കുകയാണെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്, അതേപോലെ തന്നെ ക്യുക്കായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ അബ്സോർവ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല, നമ്മുടെ mcaffeine കോഫി മോയ്സ്ചറൈസർ ആണ്. അതായത് mcaffeine കാപ്പച്ചിനോ കോഫി മോയ്സ്ചറൈസർ. mcaffeine ഈ ഒരു റേ കാപ്പച്ചിനോ കോഫി മോയ്സ്ചറൈസറിൽ അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കോഫി മാത്രമല്ല, അതിനോടൊപ്പം തന്നെ വൈറ്റമിനും അടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ. അതായത് ശരിക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിന് ഒരു സിംഗിൾ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ ആ ഒരു അരോമ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അമേസിംഗ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു അരോമയാണ്. എക്സാക്ട്ലി ഒരു കോഫിയുടെ അരോമയാണ് കേട്ടോ. സാധാരണ നോർമലി നമുക്ക് മോയ്സ്ചറൈസേഴ്സ് നമുക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഫീൽ ഒക്കെ നന്നായിട്ട് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു മണിക്കൂറൊക്കെ നോക്കുകയാണെങ്കിൽ ചിലത് 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 24 ഹവേഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോഫിയുടെ മോയ്സ്ചറൈസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹവേഴ്സ് നോക്കുകയാണെങ്കിൽ 48 ഹവേഴ്സ് മോയ്സ്ചറൈസിങ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ പാക്കാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ്. നോസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അത്യാവശ്യം നീഡഡ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നോസിൽ നമ്മൾ തന്നെയാണ് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ടെക്സ്ചർ ആണ്. ഞാനിവിടെ കാണിച്ചു തരാം. സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. ആ ഒരു ഇൻസ്റ്റന്റ് കൂളിംഗ് എഫക്റ്റ് നമുക്കറിയാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനിങ്ങനെ മെല്ലെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ എന്തുമാത്രം പെട്ടെന്ന് എൻ്റെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട്. ആ ഒരു ഗ്രീസി അല്ലെങ്കിൽ എന്താ പറയുക ഓയിലി ഫീലൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. നല്ല കോഫിയുടെ അരോമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഇതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് അമേസിംഗ് ആണ്. അതോടൊപ്പം തന്നെ ക്യുക്കായിട്ട് അബ്സോർവ് ചെയ്യും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ. mcaffeine മോയ്സ്ചറൈസറിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. AM ആൻഡ് PM റൂട്ടീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലെൻസിങ്, അതിനോടൊപ്പം തന്നെ ടോണിങ്, ദെൻ നമ്മൾ സെറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. രാത്രിയിൽ നമ്മൾ മോയ്സ്ചറൈസറിന് പകരം ചിലർ നൈറ്റ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നൈറ്റ് ജെല്ല്. അതിന്റെ ആവശ്യമില്ല. ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് AM ആൻഡ് PM റൂട്ടീനിൽ ഇത് തന്നെ മതിയാകും കേട്ടോ. സെപ്പറേറ്റ് നമ്മൾ നൈറ്റ് ക്രീം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ നറിഷ്മെന്റ് മാത്രമല്ല, നമ്മുടെ സ്കിന്നിലെ ആ ഒരു ആക്നീസ് ആയിക്കോട്ടെ, പിമ്പിൾസ് ആയിക്കോട്ടെ, ബ്ലെമിഷേഴ്സ് ആയിക്കോട്ടെ, ഫൈൻ ലൈൻസ് ഒക്കെ നല്ലോണം ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. അപ്പോൾ സ്കിൻ നല്ലോണം ഒന്ന് ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹായിക്കും. നമുക്ക് ശരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും ഒരു കാരണവശാലും വെറ്റ് ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വിധത്തിൽ പറഞ്ഞുതരാം. അതായത് ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് ടോണർ യൂസ് ചെയ്യുക, ദെൻ നമ്മൾ മൂന്നാമത് സെറം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി ഡോട്ട് വൈസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും അപ്വേർഡിൽ സർക്കുലർ മോഷനിൽ വേണം ജെൻറ്റിലി മസാജ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവർ കോഷനിൽ കൊടുത്തിട്ടുണ്ട് ഡ്യൂ നോട്ട് കൺസ്യൂം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എക്സ്റ്റേണൽ യൂസ് ഉള്ള ഇത് നോർമലി നമുക്കറിയാം, അറിയാതെ ആരെങ്കിലും അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാവാം. സോ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ട് വെക്കരുത്. അതേപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, ദെൻ ആനിമൽ ടെസ്റ്റഡ് അല്ല. സോ വേഗൻ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, മെയ്ഡ് വിത്ത് സേഫ്, അതായത് സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ശരിക്കും അമേസിങ് പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് നോക്കിയാൽ ഷുവറായിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്യൂട്ടബിൾ ഫോർ ഹും എന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ നിങ്ങളെല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി കിടുക്കനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ 48 ഹവേഴ്സ് മോയ്സ്ചറൈസേഷൻ കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല.
അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 മന്ത്സ്, അതായത് 2 ഇയർ ഷെൽഫ് ലൈഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വളരെ ജെൻറ്റിലായിട്ട് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നമുക്ക് നന്നായിട്ട് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അമേസിങ് പ്രൊഡക്റ്റ് കൂടെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറിന്റെ ഔട്ടർ പാക്കേജിങ് നോക്കാം. പാക്കേജ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. എക്സാക്ട്ലി നമുക്ക് ഈ ഒരു ഔട്ടർ പാക്കേജിംഗ് കാണുമ്പോൾ തന്നെ ആ ഒരു കോഫിയുടെ ഓർമ്മ വരും കേട്ടോ. അതേപോലെ തന്നെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 48 ഹവേഴ്സ് മോയ്സ്ചറൈസിങ് ഫീൽ ഒക്കെ നൽകും എന്നുള്ള കാര്യവും. പിന്നെ നേക്കഡ് ആൻഡ് എന്താ പറയുക കാപ്പച്ചിനോ കോഫി മോയ്സ്ചറൈസർ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോഫി വിത്ത് വൈറ്റമിൻ ഇ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോഫിയുടെ ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ ഡിറക്ഷൻ ഫോർ യൂസും. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എത്ര നാളത്തെ ഷെൽഫ് ലൈഫ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 24 മന്ത്സ്, അതായത് 2 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആ ഒരു നെറ്റ് എം എൽ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ പ്രൈസിൽ ആ ഒരു ട്യൂബിന്റെ എത്രമാത്രം എമൗണ്ട് ആണെന്ന് നോക്കുകയാണെങ്കിൽ എത്രമാത്രം നെറ്റ് എം എൽ പ്രൊഡക്റ്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ആണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ചെറിയൊരു പാക്കേജ് ആണ്. ഇത് ഞാൻ എക്സാക്ട്ലി എവിടെന്നാ വാങ്ങിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്മിറ്റനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഞാൻ പർച്ചേസ് ചെയ്ത പോലെ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതിനുള്ള ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സൾഫൈഡ്സ് ഒന്നുമില്ല. ആ ഒരു കാര്യം ഒന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സോ സേഫ് ടു യൂസ്. ഇനി നെക്സ്റ്റ് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് കോഷൻ അല്ലേ. എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യരുന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്തിരിക്കണം. കോഷൻ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി പറയുന്നത് നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിൽ വെക്കരുത്. കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിലും അതേപോലെ തന്നെ മൗത്തിലൊന്നും പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെയാണ് കോഷൻ വന്നിട്ടുള്ളത്. പിന്നെ നോർമലി മോയ്സ്ചറൈസർ ഒരു 13 വയസ്സൊക്കെ തൊട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തോ കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതായത് നമ്മുടെ സ്കിന്നൊക്കെ എക്സ്ട്രീമലി ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വയസ്സുള്ള പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ ഇത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നൊരു തോന്നലുണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. ഒരു 15 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. നമ്മുടെ mcaffeine ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, യൂസ് ചെയ്തതിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ ഷുവറായിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കും. അത് 100% എനിക്ക് പറയാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, ഒട്ടും തന്നെ സ്റ്റിക്കി ഫീൽ ഇല്ല, നോൺ സ്റ്റിക്കി ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ആ ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ശരിക്കും ഇവർ പറയുന്ന പോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് കൂളിംഗ്, അതേപോലെ തന്നെ റിഫ്രഷ്, ആ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു mcaffeine മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.